ഈ വർഷത്തെ ആദ്യ വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവത്തിന് പെരിയ കുഞ്ഞിവളപ്പ് തറവാട്ടിൽ അവിസ്മരണീയമായ സമാപനം. കുലവന്റെയും പരിവാര ദേവഗണങ്ങളുടെയും പുണ്യദർശനം തേടി പതിനായിരങ്ങളാണ് ഈ ദേവസന്നിധിയിൽ എത്തിയത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. അത്യുത്തര കേരളത്തിലെ ഈ വർഷത്തെ ആദ്യത്തെ വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവമാണ് ഫെബ്രുവരി 27-28 മാർച്ച് 1 തീയതികളിലായി പെരിയ ശ്രീ പുലിഭൂത ദേവസ്ഥാനത്തിൻ്റെ കീഴിലും അരികിലുമായി കുടികൊള്ളുന്ന കുഞ്ഞിവളപ്പ് തറവാട്ടിൽ നടന്നത്. പുലിഭൂത ദേവസ്ഥാനത്തിലെ മുഖ്യകർമ്മിയായ കാരണവർസ്ഥാനം അലങ്കരിക്കാൻ ജന്മാവകാശമുള്ള ഈ തറവാട് ഒരു തെയ്യംകെട്ടുത്സവത്തിന് ആതിഥ്യമരുളിയതും ഇതാദ്യമായാണ്. അതുകൊണ്ട് തന്നെ പല ഭാഗങ്ങളിൽ നിന്നായി പതിനായിരങ്ങൾ ഇഷ്ടമൂർത്തികളുടെ പുണ്യദർശനം തേടി ഈ തിരുസന്നിധിയിൽ വന്നുചേർന്നു. ആലങ്കാരികമായി പറഞ്ഞാൽ നീരുറവകളുടെ എല്ലാ കൈവഴികളും ഒഴുകിയെത്തുന്നത് ആഴിയിലേക്കെന്ന പോലെ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും നാനാവഴികളിലൂടെ ഭക്തമാനസങ്ങൾ കുഞ്ഞിവളപ്പ് തറവാടിൻ്റെ അമരഭൂവിലേക്ക് ഒഴുകിയെത്തി. ഇവരുടെയെല്ലാം കാത്തിരിപ്പിന് വിരാമമിട്ട് ശനിയാഴ്ച രാത്രി 11 മണിയോടെയാണ് ശ്രീ കണ്ടനാർക്കേടൻ തെയ്യത്തിൻ്റെ വെള്ളാട്ടം അണിയറയിൽ നിന്നും അരങ്ങേറ്റിയത്. തടുക്കാനും മുടക്കാനും തനിക്കു മുന്നിൽ കുലവനല്ലാതെ മറ്റാരുമില്ലെന്ന വീരഭാവത്തോടെ കേളൻ മറക്കളത്തിൽ അവതാര നടനമാടി. കോമരങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും മാർക്കുവിളികളുടെയും അകമ്പടിയിൽ വെള്ളാട്ടം ഭക്തി ആവേശത്തിൻ്റെ അമൂർത്തമായ നിറനിമിഷങ്ങൾ വിടർത്തി. സമാപന ദിവസമായ ഞായറാഴ്ച പകലും ആളുകളുടെ അഭൂതപൂർവമായ തിരക്ക് അനുഭവപ്പെട്ടു. വൈകുന്നേരം 6 മണിയോടെയായിരുന്നു ആതിഥേയനായ ശ്രീ വയനാട്ടുകുലവന്റെ പുറപ്പാട്. മഹോത്സവത്തിന്റെ ഏറ്റവും സുപ്രധാനമായ സവിശേഷമായ ചടങ്ങാണ് യുവജന സന്നദ്ധിയിൽ തോറ്റമ്പാട്ടോടെയായിരുന്നു തുടക്കം. ആഗോലും ഉച്ചനിലമ്പലം വാഴുന്ന മഹർഷി ആരമധുവനത്തിൽ ചെന്ന് വരവിരിക്കെ വേണമെന്നെങ്കിൽ നിരവിക്ക് തറമ്പ് ഒരു നേരത്ത് അന്ന് വ്യാഴാഴ്ച താഴ പട്ടികളും വെള്ളിയാഴ്ച വെള്ളം കുടിച്ച് ബ്രഹ്മൻ തുടച്ച് വെള്ളാരി നാടുകാർത്തി കൽപ്പക വൃക്ഷത്തിന്റെയും ആലയും ആടയും ചാർത്തി ഒന്നേ ഒരു കാണും പൊന്നെടുത്ത് തൃപ്പമേൽ വച്ച് വഴങ്ങിക്കൊള്ളുകയും ചെയ്തു. നിറഞ്ഞാടിയും ഉറഞ്ഞാടിയും കുലപൂർവികൻ മണ്ണിനും മനസ്സുകൾക്കും ധന്യത പകർന്നു. തുടർന്ന് തിരുമുടിയും മുളയമ്പുമേന്തിയ തൊണ്ടച്ചൻ സവിശേഷമായ ചൂട്ടൊപ്പിക്കൽ ചടങ്ങ് നടത്തി. പ്രാർത്ഥനാ നിരതരായി ഇതിന് നേത്രസാക്ഷ്യം വഹിച്ച് വിശ്വാസഹൃദയങ്ങൾ ആത്മനിർവൃതിയറിഞ്ഞു. ശേഷം വൈകുണ്ഠനാഥന്റെ അംശാവതാരമായ വിഷ്ണുമൂർത്തിയുടെ പുറപ്പാടും മറവിളർക്കലും കഴിഞ്ഞ് അർദ്ധരാത്രി 12 മണിയോടെയായിരുന്നു മഹോത്സവത്തിന്റെ പരിസമാപനം. ഇങ്ങനെ അരങ്ങൊരുക്കത്തിലും ആഘോഷത്തിലും പുലിഭൂത ദേവസ്ഥാനത്തിനും പെരിയയ്ക്കും പെരുമയുടെ പുതിയൊരു കൊടിയടയാളം ചാർത്തിക്കൊണ്ടാണ് ഇക്കൊല്ലത്തെയും കുഞ്ഞിവളപ്പ് തറവാട്ടിലെയും കന്നി തെയ്യംകെട്ട് കളമൊഴിഞ്ഞത്. ന്യൂസ് ബ്യൂറോ, പെരിയ.